Hi friends, welcome to Kichu and Pihu family vlog. ഇന്ന് കുട്ടികളുടെ സ്പോർട്സ് ഡേ ആണ്. രാവിലെ എണീക്കാൻ കുറച്ചൊരു നാടകം കാണിക്കുന്ന വിചാരിച്ചു. അപ്പോൾ അതൊന്നും കാണുന്നില്ല. ഇന്ന് സന്തോഷമായിട്ടൊക്കെ തന്നെയാണ് നീറ്റ് വരുന്നത് കാണുന്നത്. സ്കൂളിലൊരു 6:30 ആകുമ്പോൾ എത്തിക്കണം. അപ്പോൾ നമ്മളൊരു 5:30 മുതൽ തന്നെ ഇപ്പോൾ പിള്ളേരെ വിളിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ നീറ്റായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇനി മെല്ലെ കുളിക്കലും പുറപ്പെടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇന്ന് പിന്നെ കുറച്ച് എക്സൈറ്റഡ് ആണ് പിള്ളേർ. എന്താ വെച്ചാൽ പുതിയ ഷൂസും സ്കൂളിൽ ഒരു സ്പെഷ്യൽ യൂണിഫോമും അതുപോലെ പുതിയ സോക്സും ഒക്കെ ആയിട്ട് അങ്ങനെ റെഡിയായി ഇങ്ങനെ കാറിൽ കയറി പോവാൻ റെഡിയായി നിൽക്കുവാണ് ഇപ്പോൾ പിള്ളേർ. വെങ്കടേശായ മംഗളം. അപ്പോൾ നമ്മൾ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിട്ട് മെല്ലെ തിരിച്ച് വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇങ്ങനെ തിരിച്ച് വീണ്ടും നമ്മൾ അവരുടെ പ്രോഗ്രാം നടക്കുന്ന ഗ്രീൻ സ്കൂൾ ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളുണ്ട്. അപ്പോൾ അവിടേക്ക് ഞങ്ങളിങ്ങനെ മെല്ലെ ഇറങ്ങി ഇങ്ങനെ രാവിലെ. ഈ ഗ്രീൻ സ്കൂൾ ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഞങ്ങളുടെ പിള്ളേർ പഠിക്കുന്ന ബാംഗ്ലൂർ സ്കൂളിൻ്റെ മെയിൻ ആയിട്ടുള്ള സെൻ്ററാണ്. പക്ഷേ ഞങ്ങളിത് ആദ്യമായിട്ട് കണ്ടവിടെ വരുന്നത്. കുറച്ച് അകലെയാണ് ഈ സിറ്റിയിൽ നിന്ന് വൈറ്റ്ഫീൽഡിൻ്റെ വൈറ്റ്ഫീൽഡ് മെയിൻ ഏരിയയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ്, വർക്കൂർ എന്നൊക്കെ പറഞ്ഞ ഏരിയയിലാണ്. പക്ഷെ വളരെ വാസ്റ്റായിട്ടുള്ള ക്യാമ്പസാണ്. നല്ല ഗ്രീനറിയും എല്ലാം നല്ല നല്ല കുട്ടികൾക്ക് പല പല ആക്ടിവിറ്റീസും പല സെക്ഷൻസും ഒക്കെ ആയിട്ട് വളരെ നല്ല ഒരു ക്യാമ്പസാണ്. ഞങ്ങളാണ് ആദ്യമായിട്ട് സ്കൂളിലെത്തിയെന്ന് തോന്നുന്നു. കാരണം ആരും എത്തിയിട്ടില്ല. അവിടെ ഫുൾ ചെയർ ഫ്രീ ആയിട്ട് കിടക്കുക. എവിടെ വേണമെങ്കിൽ പോയിരിക്കാം. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഫൈനലി ദ സ്റ്റാർസ് അറൈവ്ഡ്. പീക്കൊക്കെ ഭയങ്കര പ്രൊഫഷണൽ. അയ്യോ, ഞങ്ങളവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഭയങ്കര പ്രൊഫഷണലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കിച്ചു ഇങ്ങനെ പതുക്കെ ബാക്കിലുണ്ട്. കിച്ചു ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണോ ഇങ്ങനെ ചെറിയ സംശയത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഓക്കെ, എന്നാലും എന്താണ് പറയുക, രണ്ടുപേരും നമ്മളെ കണ്ട് ഓടി വരിക അങ്ങനത്തെ ഒന്നുമില്ല. നല്ല പ്രൊഫഷണലായിട്ട് അവരോട് നിന്നിട്ടുണ്ടായിരുന്നു. സ്കൂൾ ബാംഗ്ലൂരിലെ കുട്ടികളുടെ ചില കൾച്ചറൽ പ്രോഗ്രാംസ്, അതുപോലെ കുട്ടികൾക്കുള്ള യോഗ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അതുപോലെ തന്നെ ചില വെൽക്കം സ്പീച്ചും അങ്ങനത്തുള്ള ഇതുമെല്ലാം ഉണ്ടായിരുന്നു സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ. ഫസ്റ്റ് സ്പോർട്സ് ഐറ്റം തന്നെ ഈ കിച്ചുവിൻ്റെ ഗ്രൂപ്പ് 3 ആണ്. ഓടി വന്നിട്ട് ആരാണോ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് ആദ്യം കഴിച്ച് തിരിച്ച് വീണ്ടും ഓടിയിട്ട് അറ്റത്തെത്തുന്നത് അയാൾക്കാണ് പ്രൈസ്. പക്ഷേ നമ്മുടെ കിച്ചു സാൻഡ്വിച്ച് കഴിക്കുന്നതിലാണ് ഫുൾ ഫോക്കസ് കൊടുത്തിരിക്കുന്നത്.
അടുത്തത് പീഹുവിൻ്റെ റേസ് ആയിരുന്നു. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള ഇതാണ്. എന്താ വെച്ചാൽ ഒരു റിങ് എടുത്തിട്ട് പാസ് ചെയ്ത് ജമ്പ് ചെയ്ത് ആരാണോ ഫസ്റ്റ് എത്തുന്നത് അവർക്കാണ് പ്രൈസ്. അവർ സാമാന്യം നന്നായിട്ട് തന്നെ ചെയ്തു. അപ്പോൾ കുട്ടികളുടെ ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കുറേ സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ പോയി കുറച്ച് റീഫ്രഷ്മെൻറ്റ്സ് ഒക്കെ കഴിക്കാമെന്ന് വെച്ചാൽ നമ്മളങ്ങനെ പതുക്കെ അങ്ങനെ ഇറങ്ങി. നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്കും കിച്ചുവിൻ്റെ ഗ്രൂപ്പ് ആക്ടിവിറ്റി സ്റ്റാർട്ടായി. ഇതല്ല നന്നായിട്ട് കളിക്കുന്നുണ്ട്. വീട്ടിൽ ബിഹുവും കിച്ചും കളിക്കുമ്പം ഫൈറ്റിങ്ങിലാണ് അവസാനിക്കാറ്. പക്ഷെ ഇവിടെ നല്ല കോർഡിനേറ്റഡ് ആയിട്ടൊക്കെ കളിക്കുന്നുണ്ട്, നന്നായിട്ട് കളിക്കുന്നുണ്ട്. അടുത്തത് പീഹുവിൻ്റെ ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. നല്ല പീഹു നല്ല കുട്ടികളുടെ പോലെ തന്നെ പാരൻസ് ഉണ്ടായിരുന്നു ഫൺ ആക്ടിവിറ്റീസ്. ആയിരുന്നു. അതിൽ നമ്മുടെ മോള് പീഹുവിനും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ പ്രൈസ് കിട്ടിയിരുന്നു. പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് ശേഷം പിന്നെ കുട്ടികളുടെ ഈ ചില കൾച്ചറൽ പ്രോഗ്രാംസ് ആയിരുന്നു. കിച്ചും ബീഹും പോലെ നന്നായി പെർഫോം ചെയ്തു. ഇതൊന്നും വീട്ടിൽ വന്നിട്ട് പിന്നെ ഇന്നതാ പരിപാടി ഇതാ പങ്കെടുക്കുന്നതൊന്നും അവർ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സർപ്രൈസായി. പോയപ്പം അവർ വളരെ നന്നായി പെർഫോം ചെയ്തു. ശരിക്കും ഈ സമയത്ത് ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിനെയാണ്. കാരണം അവരത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർ ഈ കുട്ടികളുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തു. ലാസ്റ്റ് 2 weeks ആയിട്ട് ഫുൾ പ്രാക്ടീസ് തന്നെയായിരുന്നു ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. എന്തായാലും ഔട്ട്കം വളരെ നന്നായി എല്ലാവർക്കും പെർഫോം ചെയ്യാനും പറ്റി. ഓക്കെ, എല്ലാം നന്നായി.
സ്കൂളിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. ഞങ്ങളങ്ങനെ എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും ബൈ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇക്കൊള്ളത്തെ സ്പോർട്സ് ഡേ കഴിഞ്ഞു. Thank you all for watching our first vlog. Hope you all liked it.